الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله لا إله إلا هو ليجمعنكم إلى يوم القيامة لا ريب فيه ومن أصدق من الله حديثا. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. ആദ്യമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അന്ത്യനാളിൻ്റെ അടയാളമെന്നോണം സംഭവിക്കുന്ന ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമയുടെ, ഈസബിന് മറിയം അലൈഹിസ്സലാമയുടെ പുനരാഗമനവുമായി ബന്ധപ്പെട്ടായിരുന്നു കഴിഞ്ഞ ഖുതുബയിൽ നാം വിശദീകരിച്ചത്. ലോകത്ത് വിശ്വാസികളും മൂല്യബോധമുള്ള, നീതിബോധമുള്ള ജനവിഭാഗങ്ങളുമെല്ലാം, മനുഷ്യത്വമുള്ള എല്ലാ ആളുകളും വലിയ വെല്ലുവിളികളിലൂടെ, വലിയ പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ദശാസന്ധിയിൽ അന്ത്യദിനത്തെ വിശ്വാസികൾ കൂടുതൽ ഓർക്കുകയും അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങൾ കൂടുതൽ പഠിക്കുകയും ചെയ്യണം. ആ ഒരു തലത്തിലാണ് നാം ഈസബിന് മറിയം അലൈഹിസ്സലാമയുടെ പുനരാഗമനത്തെ വിശദീകരിച്ചത്. അതുപോലെ പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കേണ്ടുന്ന, പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇമാം മഹദിയുടെ ആഗമനവും അതും അന്ത്യദിനത്തിൻ്റെ മുന്നോടിയായി സംഭവിക്കുന്ന അന്ത്യദിനത്തിൻ്റെ അലാമാത്തുകളിൽപ്പെട്ട, അടയാളങ്ങളിൽപ്പെട്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ചില പ്രവാചക വചനങ്ങളുടെ വെളിച്ചത്തിൽ നാം പറഞ്ഞിരുന്നു. ഇമാം മഹദി എന്ന പേരിൽ നിരവധി വ്യാജന്മാർ ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. അതേസമയം ശരിയായ ഒരു ഇമാം മഹദി വരുമെന്ന യാഥാർത്ഥ്യത്തെ ആർക്കും നിഷേധിക്കാനും കഴിയില്ല. അതിസൂക്ഷ്മമായി കാര്യങ്ങളെ പഠിക്കാതെ, വിലയിരുത്താതെ, ബാഹ്യമായി മനസ്സിലാക്കി അങ്ങനെ ഒരു മഹദിയൊന്നുമില്ല എന്ന വിലയിരുത്തലിൽ എത്തിച്ചേർന്ന ഒരുപാട് ആളുകളുണ്ട്. അവരും സൂക്ഷ്മമായി പഠിച്ചപ്പോൾ, അതല്ലെങ്കിൽ പഠിക്കുകയായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒന്നുണ്ട് എന്ന് തന്നെയാണ് അവർക്കും എത്തിച്ചേരാൻ കഴിയുന്ന നിഗമനം. ശരിയായ രീതിയിൽ എങ്ങനെയാണ് ഇമാം മഹദിയെ മനസ്സിലാക്കേണ്ടതെന്ന് വിശദീകരിക്കാനാണ് ഇന്നത്തെ ഖുതുബ പ്രയോജനപ്പെടുത്തുന്നത്. അള്ളാഹു പറയാനും കേൾക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എന്ന് ചില ആളുകൾ ചിന്തിക്കും. പക്ഷേ ഇതൊക്കെ അനിവാര്യമായ അറിവുകളിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് അന്ത്യദിനത്തിന്റെ അടയാളങ്ങൾ
സ്വഹാബത്തിനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിക്കേണ്ടതും തലമുറകൾക്ക് പകർന്നു നൽകേണ്ടതുമായ അറിവാണ്. അതെപ്പോഴും സംഭവിക്കാം, ആ അടയാളങ്ങളും എപ്പോഴും സംഭവിക്കാം. പക്ഷേ ആ അടയാളങ്ങൾ ഉണ്ടാവുമ്പോൾ അന്ത്യദിനത്തിൻ്റെ അടയാളമാണെന്ന് തിരിച്ചറിയാൻ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. ഇനി അതല്ല, നമ്മുടെ കാലത്ത് ആ അടയാളങ്ങൾ ഉണ്ടായില്ല എങ്കിൽ നാം ആ ജ്ഞാനം, ആ അറിവ് അടുത്ത തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത തലമുറയുടെയോ അതല്ലെങ്കിൽ അവരുടെ പേരമക്കളുടെയോ അതല്ലെങ്കിൽ അവരവരുടെ പേരമക്കളുടെയോ ആരുടെ കാലത്തും അടയാളങ്ങൾ സംഭവിച്ചാലും അതറിയേണ്ടതുണ്ട്, കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്ന നിലയിൽ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ഈ ജ്ഞാനങ്ങൾ, ഈ വിവരങ്ങൾ കൈമാറിയിട്ടുള്ളത്. ഏതായാലും അന്ത്യദിനം സംഭവിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല, അത് സംഭവിക്കും. അത് അല്ലാഹു നിരവധി വചനങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ആധുനിക ശാസ്ത്രവും പറയുന്നു ലോകത്തിനൊരു അന്ത്യമുണ്ടെന്ന്, ഈ പ്രപഞ്ചത്തിനൊരു അന്ത്യമുണ്ടെന്ന്. അല്ലാഹു എത്രയോ വചനങ്ങളിലും പറയുന്നത് അതാണ്. തുടക്കത്തിൽ ഞാൻ ഓതിവെച്ച ഖുർആനിലെ വചനം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അവനല്ലാതെ മറ്റൊരു ഇലാഹുമില്ല, മറ്റൊരു ആരാധ്യനുമില്ല, ഉലൂഹിയത്തിന് അർഹതയുള്ള മറ്റൊരു ശക്തിയുമില്ല. ലയജ്മഅന്നകും ഇലാ യൗമിൽ ഖിയാമത്തി ലാ റൈബ ഫീഹി, ലയജ്മഅന്നകും ഇലാ യൗമിൽ ഖിയാമത്തി ലാ റൈബ ഫീഹി. അല്ലാഹു നിങ്ങളെ അന്ത്യദിനത്തിലേക്ക് ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും, അതിലൊരു സംശയവും വേണ്ട. അന്ത്യദിനം ഉണ്ടാവുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വമൻ അസ്ദഖു മിനല്ലാഹി ഹദീഥാ, അല്ലാഹുവിനേക്കാൾ കൂടുതൽ സത്യം പറയുന്നവനായി ആരാണുള്ളത്? അല്ലാഹുവിനേക്കാൾ കൂടുതൽ സത്യം പറയുന്നവനായി മറ്റാരും ഇല്ലെന്നിരിക്കെ അല്ലാഹു പറയാണ്, അന്ത്യദിനം സംഭവിക്കുക തന്നെ ചെയ്യും. അന്ത്യദിനത്തിൽ അല്ലാഹു നിങ്ങളെ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. ഏകനായ അല്ലാഹുവാണിത് പറയുന്നത്, അവനല്ലാതെ മറ്റൊരാരാധ്യനുമില്ല. ഈ ശക്തിയിത നിങ്ങൾ അറിയിക്കുന്നു, അന്ത്യദിനം സംഭവിക്കും. ആ അന്ത്യദിനത്തിൽ നിങ്ങളെ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. ആ അന്ത്യദിനത്തിലേക്ക് മനുഷ്യരെങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്ത്യപ്രവാചകൻ ആഗതമായിട്ടുണ്ടെങ്കിൽ അതും അന്ത്യദിനത്തിന്റെ ഒരു അടയാളമാണ്. കാരണം ഇനി മറ്റൊരു പ്രവാചകൻ വരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് നിയോഗിക്കപ്പെടുന്നത്. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോകം അവസാനിക്കുമ്പോൾ ലോകത്ത് തിന്മകൾ വർദ്ധിക്കും, തിന്മകൾ വർദ്ധിക്കുന്നുണ്ട്. അജ്ഞത വ്യാപിക്കും, അറിവില്ലായ്മയും വ്യാപിക്കുന്നുണ്ട്. അർഹതയില്ലാത്ത ആളുകൾ നേതാക്കളാവും, അതും സംഭവിക്കുന്നുണ്ട്. ലോകാവസാനത്തിന്റെ അടയാളങ്ങളാണ് ഇതെല്ലാം. ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ മാലയുടെ ചരടറ്റ് അതിലെ മുത്തുകൾ താഴേക്ക് വീഴുന്നത് പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലം വരുമെന്നുള്ളതാണ്. മാലയുടെ ചരടറ്റുകൊണ്ട് അതിന്റെ മുത്തുകൾ താഴേക്ക് വീഴുന്നത് പോലെ ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അത്തരം ഒരു സാഹചര്യത്തിൽ ലോകത്ത് കടന്നു വരുന്ന നല്ല ഒരു മനുഷ്യനാണ്, ഒരു മാതൃകാ നേതാവാണ് ഇമാം മഹദി എന്ന് പറയുന്നത്. മാതൃകയാക്കാൻ കഴിയാത്ത ഒരുപാട് നേതാക്കളെ കൊണ്ട്, അർഹതയില്ലാത്ത ഒരുപാട് നേതാക്കളെ കൊണ്ട് ലോകം നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ ലോകത്തിന്റെ മാതൃകയായി, ലോകത്തിന്റെ നേതാവായി ഒരാൾ നിയുക്തനാവുകയാണ്. അതാണ് ഇമാം മഹദി റഹ്മത്തുള്ളാഹി അലൈഹിസ്സലാം. ആ മഹാന്റെ പ്രത്യേകതകളും ആ മഹാന്റെ കാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ധാരാളം വചനങ്ങളിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഹദീസായിരുന്നുവെങ്കിൽ അത് ഒറ്റപ്പെട്ട ഒരു ഹദീസ് എന്നൊക്കെ ആളുകൾക്ക് പറഞ്ഞു രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഒരു ഹദീസല്ല, സഹീഹായ നിലയിൽ ധാരാളം നിവേദനങ്ങളാണ് വന്നിട്ടുള്ളത്. അതാണ് ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാചകം, അംറുൽ മഹദി മഅലൂമുൻ വൽ ഹദീതു ഫീഹി മുസ്തഫീല. ഒരു ഹദീസാണെങ്കിലും തള്ളാമെന്നല്ല പറഞ്ഞത്, ഒരു ഹദീസാണെങ്കിലും അത് പരിഗണിക്കേണ്ടത് തന്നെയാണ്.
പക്ഷെ അവിടെയും ഒരു ഹദീസല്ലേ ഉള്ളൂ, ആ ഹദീസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാളുകൾ ചിന്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് സ്വഹീഹാണെന്ന് ബോധ്യപ്പെട്ടാൽ അത്തരമൊരു ചിന്തക്കും പ്രസക്തിയില്ല, അത് വേറെ. പക്ഷേ ഇമാം മഹദിയുടെ വിഷയത്തിൽ ഒരു ഹദീസോ ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു നിവേദനമോ അല്ല വന്നിട്ടുള്ളത്. ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അംറുൽ മഹദി മഅലൂമുൻ വൽ അഹാദീസു ഫീഹി മുസ്തഫീള. മഹദിയുടെ കാര്യം അറിയപ്പെട്ടതാണ്. ഇമാം മഹദിയുമായി ബന്ധപ്പെട്ട നിവേദനങ്ങൾ ധാരാളമാണ്. ഇന്നത്തെ ഒരു സാഹചര്യമൊക്കെ നമുക്കറിയാം. ലോകം ഒരു വെളിച്ചം തേടുന്ന സാഹചര്യമാണ്. ലോകം ഇരുട്ടിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൊതിക്കുന്ന, ലോകം പ്രതിസന്ധിയിൽ നിന്ന്, ഈ കുടുസിൽ നിന്നൊരു വിമോചനം തേടുന്ന ഒരു കാലം. അധികാരിയായി നേതാവായി കടന്നു വരുന്നത് വരെ ആ മഹാൻ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു പ്രത്യേകത എന്താണ്? യുവാത്തി ഉസ്മുഹു ഇസ്മി. ആ മഹാന്റെ പേര് എൻ്റെ പേരിനോട് ഒത്തുവരും എന്നുള്ളതാണ്. എൻ്റെ പേരിനോട് ആ മഹാന്റെ പേര് ഒത്തുവരും. അതാണ് ഒരു പ്രത്യേകതയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന വേറൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൗലം യബ്ഖ മിനദ് ദുനിയാ ഇല്ലാ യൗമുൻ ലതവ്വലല്ലാഹു ദാലികൽ യൗമ ഹത്താ യബ്അത ഫീഹി റജുലൻ മിന്നി ഔ മിൻ അഹ്ലി ബൈതി യുവാതി ഉസ്മുഹു ഇസ്മി വസ്മു അബീഹി ഇസ്മു അബീ. അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലോകം അവസാനിക്കാൻ ഒരു ദിവസം മാത്രമേ ബാക്കി നിൽക്കുന്നുവെങ്കിലും, ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂവെങ്കിലും അല്ലാഹു തആല ആ അടയാളം സംഭവിപ്പിക്കുന്നതിന് വേണ്ടി ലോകത്തിന്റെ ആ ദിവസത്തെ ദീർഘിപ്പിക്കുമെന്നാണ് പറയുന്നത്. ആ ദിവസം നീണ്ടുപോകും, ആ അടയാളം സംഭവിക്കും. എന്താണ് അടയാളം? ഹത്താ യബ്അത ഫീഹി റജുലൻ മിന്നി ഔ മിൻ അഹ്ലി ബൈതി. എന്നിൽ നിന്ന്, അതല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ നിയോഗിക്കപ്പെടുന്നത് വരെ യുവാതി ഉസ്മുഹു ഇസ്മി വസ്മു അബീഹി ഇസ്മു അബീ. അദ്ദേഹത്തിന്റെ പേര് എൻ്റെ പേരിനോട് ഒത്തുവരും. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് എൻ്റെ പിതാവിന്റെ പേരിനോട് ഒത്തുവരും. എൻ്റെ പേരിനോട് അദ്ദേഹത്തിന്റെ പേരും എൻ്റെ പിതാവിന്റെ പേരിനോട് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരും ഒത്തുവരുന്ന രീതിയിൽ ഒരാൾ നിയോഗിക്കപ്പെടുന്നത് വരെ അന്ത്യദിനം സംഭവിക്കുകയില്ല. ഒരു ദിവസമാണ് അന്ത്യദിനത്തിന്റെ മുന്നോടിയായിട്ട് അവശേഷിക്കുന്നതെങ്കിലും ആ അടയാളം സംഭവിച്ചിട്ടില്ല എങ്കിൽ ആ അടയാളം സംഭവിക്കുന്നത് വരെ ആ ദിവസത്തിന് ദൈർഘ്യം നൽകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ കാര്യം ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതാണ് എന്നല്ല മനസ്സിലാക്കേണ്ടത്, പക്ഷേ അത് സംഭവിക്കും എന്ന കാര്യത്തിൽ അത്രയ്ക്കും ഉറപ്പാണെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ മഹ്ദിയ്യു മിൻ ഇത്റതി മിൻ വലദി ഫാത്തിമ. മഹദി എൻ്റെ കുടുംബത്തിൽപ്പെട്ടയാളാണ്. മഹദി ഫാത്തിമയുടെ സന്താനങ്ങളിൽപ്പെട്ടയാളാണ്. എൻ്റെ കുടുംബത്തിൽപ്പെട്ടയാളായിരിക്കും. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ സന്താനങ്ങളിൽപ്പെട്ടയാളായിരിക്കും. എൻ്റെ പേരക്കുട്ടികളിൽപ്പെട്ടയാളായിരിക്കും ഇമാം മഹദി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പറഞ്ഞിരിക്കുകയാണ്. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അൽ മഹദിയ്യു മിന്നാ അഹ്ലൽ ബൈത്തി യുസ്ലിഹുല്ലാഹു ഫീ ലൈല. അൽ മഹദിയ്യു മിന്നാ, മഹദി നമ്മിൽപ്പെട്ടയാളായിരിക്കും. അഹ്ലുൽ ബൈത്തി, അഹ്ലുൽ ബൈത്തിൽ പ്രവാചക കുടുംബത്തിൽപ്പെട്ടയാളായിരിക്കും. യുസ്ലിഹുല്ലാഹു ഫീ ലൈലത്തിൻ യുസ്ലിഹുല്ലാഹു, അല്ലാഹു തആല അദ്ദേഹത്തെ പ്രാപ്തനാക്കും. ഖിലാഫത്ത് ഏറ്റെടുക്കാൻ അല്ലാഹു തആല അദ്ദേഹത്തെ പ്രാപ്തനാക്കും. ഫീ ലൈലത്തിൻ, ഒരു രാവിൽ. അങ്ങനെ നേതൃശേഷിയുള്ള ഒരാളൊന്നും ആയിക്കൊള്ളണമെന്നില്ല, പക്ഷേ ഒരു രാവിൽ അല്ലാഹു തആല ഖിലാഫത്ത് ഏറ്റെടുക്കുവാൻ ആ വ്യക്തിയെ, ആ മഹാനെ പ്രാപ്തനാക്കും. അതാണ് മഹദി. ഇമാം മഹദിയെ സംബന്ധിച്ച് ധാരാളം നിവേദനങ്ങൾ നമുക്ക് കാണാം. സ്വഹീഹായ രീതിയിൽ തന്നെ കാണാൻ കഴിയുന്നതാണ്. അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരു വ്യക്തിത്വം, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിൽ ജനിക്കും. ആ വ്യക്തിയുടെ പേരെന്താണെന്ന് അവരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹിൽ അലവി അൽ ഫാത്തിമി അൽ ഹസനി എന്നാണ് അദ്ദേഹം കുടുംബപരമായിട്ട് വിളിക്കപ്പെടുക. മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് അൽ അലവി അൽ ഫാത്തിമി അൽ ഹസനി. ആ പേരൊക്കെ ഇട്ടുകൊണ്ട് കുറെ വ്യാജന്മാർ രംഗത്ത് വന്നു, അത് വേറെ കാര്യം. പക്ഷേ യഥാർത്ഥത്തിലുള്ള ഇമാം മഹദിയുടെ പേരും അതായിരിക്കും.
ഹുസൈൻ റളിയല്ലാഹുവിന്റെ പരമ്പരയിലാണ് എന്നും അഭിപ്രായമുണ്ട്. ഹസൻ റളിയല്ലാഹുവിന്റെ പരമ്പരയിലാണ് വരിക എന്നും ഹുസൈൻ റളിയല്ലാഹുവിന്റെ പരമ്പരയിലാണ് വരിക എന്നുമുള്ള അഭിപ്രായമുണ്ട്. യുസ്ലിഹുല്ലാഹു ഫീ ലൈലത്തിൻ, എന്നാൽ അല്ലാഹു തആല ഒരു രാവിൽ അദ്ദേഹത്തെ പ്രാപ്തനാക്കും, അദ്ദേഹത്തെ ലോക ഭരണം നേടിയെടുക്കാൻ യോഗ്യതയുള്ള വ്യക്തിയാക്കി അല്ലാഹു ഒരു രാവ് കൊണ്ട് മാറ്റുമെന്നാണ് പറയുന്നത്. സ്വന്തം നിലയിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറാവില്ല, എന്നാൽ ആളുകൾ അദ്ദേഹത്തെ നേതൃത്വം ഏറ്റെടുക്കാൻ നിർബന്ധിപ്പിക്കും എന്നെല്ലാം കാണാവുന്നതാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ പുനരാഗമനം ഉണ്ടാവുമ്പോൾ ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാമയുടെ ശരീരപ്രകൃതം എപ്രകാരമായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച വചനങ്ങൾ നാം പറഞ്ഞു. എന്നാൽ ഇമാം മഹദി അലൈഹിസ്സലാമയുടെ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശരീരപ്രകൃതവും എപ്രകാരമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അൽ മഹദിയ്യു മിന്നി അജ്ലൽ ജബ്ഹതി അഖ്നൽ അൻഫ്. അൽ മഹദിയ്യു മിന്നി, മഹദി എന്നിൽപ്പെട്ടയാളാണ്. അജ്ലൽ ജബ്ഹതി, വിശാലമായ നെറ്റിത്തടമുള്ള ആളായിരിക്കും. അഖ്നൽ അൻഫ്, നീണ്ടതും മധ്യഭാഗം വളഞ്ഞതുമായ മൂക്കുള്ളയാളായിരിക്കും. നീണ്ടതും മധ്യഭാഗം വളഞ്ഞതുമായ മൂക്കുള്ളയാൾ, വിശാലമായ നെറ്റിത്തടമുള്ള ആളായിരിക്കും ഇമാം മഹദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ. അദ്ദേഹത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ശരീരപ്രകൃതം എങ്ങനെയായിരിക്കും എന്നടക്കം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഭരണം എങ്ങനെയായിരിക്കുമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്, യംലഉൽ അർള ഖിസ്തൻ വഅദ്ല, അദ്ദേഹം ഭൂമിയിൽ നീതി നിറക്കും, ന്യായം നിറക്കും. കമാ മുലിഅത് ജൗറൻ വളുൽമൻ യംലികു സബ്അ സിനീൻ, ഭൂമിയിൽ അക്രമവും ഭൂമിയിൽ അനീതിയും നിറഞ്ഞതുപോലെ അതിനെയൊക്കെ തിരുത്തി എഴുതിക്കൊണ്ട് അദ്ദേഹം ഭൂമിയിൽ ന്യായവും നീതിയും നിറക്കും. 7 കൊല്ലത്തോളം അദ്ദേഹം ഭരിക്കുമെന്നാണ് അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, 7 കൊല്ലത്തോളം അദ്ദേഹം ഭരിക്കുമെന്ന്. ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം എത്ര കാലം പുനരാഗമനത്തിന് ശേഷം ജീവിക്കും, അതുമായി ബന്ധപ്പെട്ട സ്വഹീഹായ ഒരു ഹദീസ് നമ്മൾ ഉദ്ധരിച്ചു. 7 കൊല്ലം ജീവിക്കുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇമാം മഹദി റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് പറഞ്ഞത് യംലികു സബ്അ സിനീൻ, 7 കൊല്ലം അദ്ദേഹം ഭരിക്കും എന്നാണ്. വേറെയും നിവേദനങ്ങൾ വേറെയും സ്വഭാവത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഇമാം മഹദി എവിടെയാണ് വരിക, അതുമായി ബന്ധപ്പെട്ട നിവേദനങ്ങളുണ്ടോ? കൃത്യമായി സ്ഥലം വിവരിക്കപ്പെട്ടിട്ടില്ല. കൃത്യമായി ഇന്ന രാജ്യത്തായിരിക്കും വരിക എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വെച്ച് പറഞ്ഞു, കിഴക്ക് ഭാഗത്ത് നിന്നായിരിക്കും ഇമാം മഹദി വരിക. കിഴക്ക് ഭാഗത്ത് നിന്നായിരിക്കും ഇമാം മഹദി വരിക. മദീനയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുമ്പോൾ എവിടെ നിന്ന് വരും? ബഹ്റൈനിൽ. മദീനയുടെ കിഴക്ക് ഭാഗം എന്ന് പറയുമ്പോൾ ബഹ്റൈൻ, ഇറാഖ് പോലുള്ള ഭാഗങ്ങളായിരിക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ബഹ്റൈനിൽ നിന്ന് വരും, അതല്ലെങ്കിൽ ഇറാഖിൽ നിന്ന് ആഗതമാവും എന്നെല്ലാം നമുക്ക് അനുമാനിക്കാവുന്നതാണ്. അദ്ദേഹത്തെ കഅബയുടെ അടുക്കൽ വെച്ച് ബൈഅത്ത് ചെയ്യും ആളുകൾ. കഅബാലയത്തിന്റെ അടുക്കൽ വെച്ച് അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്യും. പൗരസ്ത്യരിൽ നിന്ന് ഒരു വിഭാഗത്തെ കൊണ്ട് അല്ലാഹു തആല അദ്ദേഹത്തെ ശക്തിപ്പെടുത്തും എന്നെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പൗരസ്ത്യരായ ആളുകൾ പാശ്ചാത്യരല്ല. പൗരസ്ത്യർ അദ്ദേഹത്തിന്റെ ഭരണം സ്ഥാപിക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യും. ധാരാളം നിവേദനങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ അഖീദയായിട്ട് നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ വിശ്വാസം പ്രധാനമാണ്. വിശ്വാസം സ്വഹീഹായ രീതിയിൽ പ്രവാചക വചനങ്ങളിലൂടെ ധാരാളമായിട്ട് ഹദീസുകളിലൂടെ ഉദ്ധരിക്കപ്പെട്ട നിലയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അഖീദയുടെ തന്നെ ഭാഗമായിട്ട് മുസ്ലിം ലോകം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക എന്ന് മാത്രമല്ല, നമ്മുടെ തലമുറകളിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇമാം മഹദി ആഗതമാവുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇത് ഇമാം മഹദിയാണെന്ന് തിരിച്ചറിയാൻ, മനസ്സിലാക്കാൻ കഴിയുന്ന വിധം ഇമാം മഹദിയുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടണം. എന്നതോടൊപ്പം തന്നെ വ്യാജന്മാരിൽ നിന്ന് രക്ഷപ്പെടാനും അവർക്ക് സാധ്യമാവേണ്ടതുണ്ട്. വ്യാജന്മാരായ ആളുകൾ വരും, ഇമാം മഹദിയാണെന്ന് പറഞ്ഞുകൊണ്ട്, ഈസാ ഇബ്നു മറിയമിന്റെ പുനരാഗമനമാണെന്ന് പറഞ്ഞുകൊണ്ടെല്ലാം വ്യാജന്മാര് വരാം. പക്ഷേ അവരിൽ നിന്ന് രക്ഷപ്പെടാനും യഥാർത്ഥ മഹദിയെ ഉൾക്കൊള്ളാനും ഇസ്ലാമിക സമൂഹത്തിന് സാധ്യമാവണം. അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളോടുകൂടി തന്നെ പഠിക്കണം എന്നുള്ളതാണ്. ഈസാ അലൈഹിസ്സലാമിയുടെ പുനരാഗമന കാലത്ത് ഉണ്ടാകുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചു. അത് പറഞ്ഞപ്പോ സാന്ദർഭികമായി ഇമാം മഹദിയെ സംബന്ധിച്ച് നമ്മൾ പറയുകയുണ്ടായി. ഈസാ അലൈഹിസ്സലാമിയുടെ പുനരാഗമന കാലത്തുണ്ടാകുന്ന സുഭിക്ഷത,
ലോകത്തിനുണ്ടാവുന്ന അഭിവൃദ്ധി, സമാധാനം, സന്തോഷം അത് ഇമാം മഹദി അലൈഹിസ്സലാമയുടെ പ്രവർത്തനങ്ങളുടെ കൂടി ഭാഗമാണ്. ഇമാം മഹദിയുടെ കൂടി പ്രവർത്തനങ്ങളുടെ ഭാഗമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്, യഖ്റുജു ഫീ ആഖിരി ഉമ്മത്തിൽ മഹദിയ്യു, എന്റെ സമുദായത്തിന്റെ അവസാനത്തിൽ അന്ത്യനാളിനോടനുബന്ധിച്ചുകൊണ്ട് മഹദി ആഗതമാവും. യസ്ഖീഹുല്ലാഹുൽ ഖൈസ്, അല്ലാഹു തആല അദ്ദേഹത്തിന് മഴ കൊണ്ട് ഖനിയും, ധാരാളം മഴ ലഭിക്കും, അതും ആവശ്യത്തിന് ലഭിക്കും. വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന രീതിയിലുള്ള മഴയല്ല, ആവശ്യത്തിന് ജലസേചനത്തിനും അതുപോലെ തന്നെ ആളുകൾക്ക് കുടിക്കാനും ആവശ്യമായ രീതിയിൽ മഴ ലഭിക്കും. തുഖ്രിജുൽ അർദു നബാതഹാ, ഭൂമി അതിന്റെ സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കും, പുറപ്പെടുവിക്കും. വയുഅ്തൽ മാലു സിഹാഹൻ, അതുപോലെ തന്നെ സമ്പത്ത് ശരിയാവണ്ണം ആളുകൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടും. ശരിയാവണ്ണം നീതിപൂർവമായി സമ്പത്ത് വിതരണം ചെയ്യപ്പെടും. വതക്സുറുൽ മാഷിയ, അതുപോലെ കാലികൾ വർദ്ധിക്കും. വതുഅല്ലമുൽ ഉമ്മ, ഉമ്മത്തിന് കൂടുതൽ ആദരവ് ലഭിക്കും. നോക്കൂ നിങ്ങൾ, നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാലം, മനുഷ്യർ മുഴുവനും ആഗ്രഹിക്കുന്ന ഒരു കാലം, വിശ്വാസികൾ പ്രത്യേകിച്ചും ആഗ്രഹിക്കുന്ന കാലം, മഴ കൊണ്ട് ധാരാളം അല്ലാഹു കനിയും, ഭൂമി അതിന്റെ സസ്യങ്ങളെ ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കും. അതുപോലെ സമ്പത്ത് ശരിയാവണ്ണം ന്യായമായ രീതിയിൽ വിഭജിക്കപ്പെടും. ഇന്ന് നമുക്കറിയാം, ദരിദ്രരായ ആളുകൾ ദരിദ്രന്മാരായി ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. സമ്പന്നന്മാരായി സമ്പന്നർ വീണ്ടും വീണ്ടും സമ്പന്നരാവുന്നു. സമ്പത്തുള്ളവരുടെ കയ്യിൽ വീണ്ടും വീണ്ടും കുമിഞ്ഞുകൂടുന്നു. അങ്ങനെ ലോകത്ത് ദാരിദ്ര്യം ശക്തിപ്പെടുന്നു. ഇമാം മഹദി ആഗതമാവുന്ന കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, സമ്പത്ത് ശരിയാവണ്ണം വിനിയോഗിക്കപ്പെടും. അതുപോലെ തന്നെ കാലികൾ വർദ്ധിക്കും. അതുപോലെ വതുഅല്ലമുൽ ഉമ്മ, ഉമ്മത്ത് ആദരിക്കപ്പെടും. സമുദായം നിന്ദ്യത പേറുന്ന ഒരു കാലം നമുക്കറിയാം. അങ്ങനെയുള്ള കാലങ്ങൾ ധാരാളം കഴിഞ്ഞുകൂടും. അങ്ങനെയുള്ള കാലങ്ങൾ ധാരാളമായി കഴിഞ്ഞു പോകും. അതിനുപരിയായി വലിയ പ്രതിസന്ധികളും വെല്ലുവിളികളും ഇന്ന് പലസ്തീനിലും മറ്റുമെല്ലാം നമ്മൾ കാണുന്നത് പോലെ ലോകത്ത് ഉമ്മത്ത് വലിയ വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്ന കാലം കഴിഞ്ഞു പോകും. അതിനുശേഷം ഇമാം മഹദി ആഗതമാവുമ്പോ വതുഅല്ലമുൽ ഉമ്മ, ഉമ്മത്ത് ആദരിക്കപ്പെടും. എല്ലാവരും സമുദായത്തെ മാനിക്കപ്പെടുന്ന കാലം. ആ ഘട്ടത്തിലാണ് ഇമാം മഹദി. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു ഹദീസ് പറഞ്ഞു, ഇമാം മഹദി അദ്ദേഹം ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാമിക്ക് നായകനായി നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കും. ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം ഇറങ്ങി വരും. അവരുടെ അമീർ അൽ മഹദി, മുസ്ലിങ്ങളുടെ അന്നത്തെ കാലത്ത് അമീർ മഹദി പറയും, നിസ്കരിക്കണം, ഞങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കണം. അപ്പോൾ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം പറയും, ഇന്ന ബഅദകും അമീറ ബഅദിൻ തക്രീമത്തുല്ലാഹി ലിഹാദിഹിൽ ഉമ്മ, നിശ്ചയം അവരിൽ ചിലരുടെ നേതാക്കളാണ്. ഈ സമുദായത്തിൽ തന്നെ ചിലരുടെ നേതാക്കളാണ്. ഈ സമുദായത്തിന് അല്ലാഹു നൽകിയ ആദരവാണത്. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇമാമാവണമെന്ന് പറഞ്ഞ് ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ആ രീതി അനുസരിച്ച് മഹദി ഇമാമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം നമസ്കരിക്കും. അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഉദ്ധരിച്ചു. സഹോദരങ്ങളെ, അതാണ് ഇമാം മഹദി എന്ന് പറയുന്നത്. ആ മഹദിയെ സംബന്ധിച്ച് ധാരാളം പറഞ്ഞിരിക്കുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മിന്നല്ലദീ യുസല്ലി ഈസ ഇബ്നു മറിയം ഖൽഫ, മിന്നല്ലദീ യുസല്ലി, മിന്നാ, നമ്മിൽപ്പെട്ടയാളാണ്. ആ മഹദി നമ്മിൽപ്പെട്ടയാളാണ്. അല്ലദീ യുസല്ലി ഈസ ഇബ്നു മറിയം ഖൽഫ, ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം പോലും അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നമസ്കരിക്കും. ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം പോലും അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നമസ്കരിക്കും. ആ മഹാൻ നമ്മിൽപ്പെട്ടയാളാണ്. ആ പ്രവാചക കുടുംബത്തിൽ നിന്ന് വരുന്ന, അതല്ലെങ്കിൽ പ്രവാചക കുടുംബത്തിൽ പിറക്കുന്നയാളാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാവിയിൽ വരുന്ന നേതാവാണ്, ഇമാമാണ്, ഖലീഫയാണ്, വേറിട്ട ഖലീഫയാണ്, ലോകം ശ്രദ്ധിക്കപ്പെടുന്ന ഖലീഫയാണ്, ലോക ഇസ്ലാമിക സമൂഹത്തിന് നായകത്വം കൊടുക്കുന്ന ഖലീഫയായി ഇമാം മഹദി അന്ത്യദിനത്തിന്റെ മുന്നോടിയായിട്ട് ആഗതമാവും. അതാവണം വിശ്വാസം. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് സുപ്രധാനമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് ഇമാം മഹദിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമൂഹത്തിനുള്ളത്. ഒന്നാമത്തേത് അഹ്ലുസുന്നയുടെ കാഴ്ചപ്പാടാണ്. എന്താണ് ഇമാം മഹദിയുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്നയുടെ കാഴ്ചപ്പാട്? സഹീഹായ ഹദീസുകളിൽ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് ആ രീതിയിൽ ഇമാം മഹദിയെ മനസ്സിലാക്കുക എന്നുള്ളതാണ്.
ഇസ്ലാമിനെ ശക്തിപ്പെടുത്തുകയും നീതി വ്യാപിപ്പിക്കുകയും മുസ്ലിങ്ങൾ പിന്തുടരുകയും ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ മേൽക്കോയ്മ നേടുകയും ചെയ്യുന്ന ഒരു വ്യക്തി അന്ത്യദിനത്തിന്റെ മുന്നോടിയായിട്ട് രംഗപ്രവേശം ചെയ്യൽ അനിവാര്യമാണ്. അത് സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്. അദ്ദേഹത്തെ മഹദി എന്ന പേര് വിളിക്കപ്പെടും. അദ്ദേഹത്തിന്റെ വരവിനെ തുടർന്നായിരിക്കും ദജ്ജാലിന്റെ പുറപ്പാടും അതിനുശേഷമുള്ള ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതായ അന്ത്യദിനത്തിന്റെ മറ്റടയാളങ്ങളും ഉണ്ടാവൽ. മഹദിയുടെ വരവിന് ശേഷം ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരികയും ദജ്ജാലിനെ കൊല്ലുകയും ചെയ്യും. അല്ലെങ്കിൽ മഹദിയുടെ വരവിനൊപ്പം ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരികയും ദജ്ജാലിനെ വധിക്കുവാൻ അദ്ദേഹം ഈസാ അലൈഹിസ്സലാമിനെ സഹായിക്കുകയും ചെയ്യും. മഹദിയുടെ നേതൃത്വത്തിലുള്ള നമസ്കാരത്തിൽ ഈസാ അലൈഹിസ്സലാം ഇമാം മഹദിയെ തുടർന്ന് നമസ്കരിക്കും. ഇതാണ് ഇസ്ലാമിക ലോകത്തിലെ പ്രബല വിഭാഗമായിട്ടുള്ള നമ്മളെല്ലാവരും അടങ്ങുന്ന അഹ്ലുസുന്നയുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ഇതാണ് അഹ്ലുസുന്നയുടെ ഇമാം മഹദിയുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാഴ്ചപ്പാട് ഷിയാക്കളുടെ കാഴ്ചപ്പാടാണ്, അഹ്ലു ഷിയയുടെ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് ശരിയല്ലാത്തതും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതുമാണ്. അവരെ മനസ്സിലാക്കുന്നത് തങ്ങളുടെ അവസാനത്തെ ഇമാം മഹദി ആണ് എന്നുള്ളതാണ്. അവർക്ക് 12 ഇമാമിങ്ങളുണ്ടെന്നും അവസാനത്തെ ഇമാം മഹദിയാണെന്നും അവർ വിശ്വസിക്കുന്നു. മുഹമ്മദ് ഇബ്നുൽ അൽ ഹസൻ അൽ അസ്കരി എന്ന് പറയപ്പെടുന്ന 12ാമത്തെ ഇമാമാണ് അയാൾ. ഇമാം മഹദി എന്ന് പറയുന്ന വരാൻ പോകുന്ന ഇമാം അവരുടെ 12ാമത്തെ ഇമാമായി അവരെ മനസ്സിലാക്കുന്നു. അതിന്റെ പേരായിട്ട് അവരെ കാണുന്നത് മുഹമ്മദ് ഇബ്നുൽ ഹസൻ അൽ അസ്കരി എന്ന് പറയപ്പെടുന്ന വ്യക്തിയാണ്. അവരുടെ ജൽപ്പന പ്രകാരം അയാൾ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടയാളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം, അഹ്ലുസുന്നയെ സംബന്ധിച്ചിടത്തോളം അലി ഇബ്നു ഹുസൈൻ്റേതുമാവാം, ഇനി അലി ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റേതുമാവാം. ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് അലി ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റേതാണെന്നാണ്. എന്നാൽ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽ തന്നെയായിരിക്കണം, അലി ഇബ്നു ഹസന്റെ പരമ്പരയിലല്ല, ഹസൻ റളിയല്ലാഹുവിന്റെ പരമ്പരയിലല്ല ഇമാം മഹദി വരിക എന്നുള്ള കർക്കശമായിട്ടുള്ള ശാഠ്യ നിലപാടാണ് ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഹസനേക്കാൾ അവർ ഹുസൈനെ പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമക്കളാണ്. അതുകൊണ്ട് രണ്ടുപേരോടും, രണ്ട് കൂട്ടരോടും നമുക്ക് ആദരവും ബഹുമാനവുമാണ്, പക്ഷപാതിത്വമില്ല. ഷിയാക്കൾ പഠിപ്പിക്കുന്ന മഹദി 1000-ലേറെ വർഷമായി ഹിജറയുടെ 260-ൽ പ്രസ്തുത വ്യക്തി തന്റെ 5ാമത്തെ വയസ്സിൽ സാമുറ ദേശത്തെ ഒരു ഗുഹയിൽ പ്രവേശിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം മരിച്ചിട്ടില്ലെന്നും ആ ഗുഹയിൽ നിന്നൊരു ഘട്ടത്തിൽ അദ്ദേഹം പുറത്തു വരുമെന്നാണ് അവരുടെ വിശ്വാസം. അതല്ലെങ്കിൽ ജൽപ്പനം. വിശ്വാസം എന്നൊന്നും പറയാൻ കഴിയില്ല. അവരുടെ പല കാര്യങ്ങളും ജൽപ്പനങ്ങളാണ്, ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവരുടെ ധാരണകൾ എന്ന് പറയുന്നത്. വസ്തുനിഷ്ഠമായി പറഞ്ഞാൽ ഷിയാ ജൽപ്പനം തികഞ്ഞ മൗഢ്യമാണ്. യാതൊരു തെളിവും അതുപോലെ തന്നെ വകതിരിവുമില്ലാത്ത കാര്യമാണ് ഷിയാക്കൾ മഹദിയുടെ വിഷയത്തിൽ എഴുന്നള്ളിച്ചിരിക്കുന്നത്. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് അവരുടെ ജൽപ്പനം ഒരുതരം പുലമ്പലും പിശാചിൽ നിന്നുള്ള തരം താഴ്ന്ന വിഹിതവുമാണ്. അവരുടെ ജൽപ്പനത്തിന് യാതൊരു തെളിവോ യാതൊരു പ്രമാണമോ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് മഹദിയെ സംബന്ധിച്ചുള്ള തെറ്റായ ധാരണകൾ പല വിഭാഗം ആളുകൾക്കുമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് പല വ്യാജന്മാരായ മഹദികളും രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. വ്യാജന്മാരായ മഹദികൾ ഒരുപാട് രംഗപ്രവേശം ചെയ്തു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് തന്നെ അദ്ദേഹം മഹദിയാണെന്ന് ഒരു കൂട്ടം ആളുകൾ വാദിച്ചു. അദ്ദേഹം മരിച്ചുപോയതിനു ശേഷം, രക്തസാക്ഷിയായതിനു ശേഷം അദ്ദേഹം ദുനിയാവിലേക്ക് തന്നെ തിരിച്ചു വരും. ജൂതസന്താനമായ അബ്ദുല്ലാഹ് ഇബ്നു സബഗിന്റെ ജൽപ്പനമാണ്. ഇമാം അലി വീണ്ടും തിരിച്ചു വരും, മഹദിയാണ്. അത് സബഇയ്യാക്കളുടെ ഒരു ജൽപ്പനം, ഒരു വിശ്വാസമാണ്. ഷിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട വേറൊരു വിഭാഗമാണ് കൈസാനിയ എന്ന് പറയുന്ന സംഘം. കൈസാനിയ സംഘം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ മഹദിയാണെന്നാണ് വാദിക്കുന്നത്. കൈസാനിയാക്കൾ എന്ന് പറഞ്ഞാൽ, കൈസാൻ എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭൃത്യന്റെ പേരാണ് കൈസാൻ. അദ്ദേഹം ഉണ്ടാക്കിയ കൂട്ടായ്മയാണ്, അദ്ദേഹത്തിന്റെ പേരിൽ രൂപപ്പെട്ട കക്ഷിയാണ് കൈസാനിയ സംഘം. അവരാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ പൗത്രൻ മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ മഹദിയാണെന്ന് വാദിച്ചത്.
അങ്ങനെ പല ആളുകളെ സംബന്ധിച്ചും പലരും, ചിലർ അവരെക്കുറിച്ച് തന്നെ മഹദിയാണെന്ന് പറഞ്ഞു, ചിലര് മുൻകഴിഞ്ഞു പോയ, മരിച്ചുപോയ, അതല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ചില ആളുകളെ കുറിച്ച് അവര് മഹത്വം നൽകുന്ന ചില ആളുകളെ സംബന്ധിച്ച് അവര് മഹദിയാണെന്ന് പറഞ്ഞു. പക്ഷേ ആ മഹദി വാദങ്ങളെല്ലാം വ്യാജമാണ്, നമുക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തതാണ്. അതല്ലെങ്കിൽ ഇസ്ലാമിക ലോകം അഹ്ലുസുന്ന അംഗീകരിക്കാത്തതാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ വേറെയും മഹദികളെ സംബന്ധിച്ച് പറഞ്ഞു. മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ ഇബ്നുൽ ഹസൻ എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ച് മഹദിയാണെന്ന് പറഞ്ഞു. വലിയൊരു പുണ്യാളനായിട്ട് ധരിക്കപ്പെട്ടിരുന്ന ആളായിരുന്നു അദ്ദേഹം. അബ്ബാസിയ ഖിലാഫത്തിൽ ചില പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. ജനങ്ങളിൽ ചിലർ അദ്ദേഹത്തെ സംബന്ധിച്ച് മഹദിയാണെന്ന് വാദിച്ചു. അതൊക്കെ ചരിത്രത്തിൽ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞുപോയ മഹദിയെ സംബന്ധിച്ചുള്ള മിഥ്യാ മഹദികൾ, അതല്ലെങ്കിൽ ശരിയല്ലാത്ത വ്യാജോക്തി പ്രകാരം ഉണ്ടാക്കിയ കൃത്രിമമായിട്ട് ആളുകൾ പറഞ്ഞൊപ്പിച്ച മഹദികളായിരുന്നു. അവരൊന്നും മഹദിയായിരുന്നില്ല. ഇമാം അലി റളിയല്ലാഹു അൻഹു ഒരിക്കലും തന്നെ മഹദിയാണെന്ന് വാദിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് ചില ആളുകൾ അങ്ങനെ പറഞ്ഞു. ഇമാം അലിയെ കുറിച്ച് ഷിയാക്കളെ പലതും പറഞ്ഞിട്ടുണ്ട്, അതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷേ സഹോദരങ്ങളെ, ചില ആളുകൾ അദ്ദേഹത്തെ സംബന്ധിച്ച് പോലും മഹദിയാണെന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അതും വ്യാജമാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. അങ്ങനെ പിൽക്കാലത്തും കുറെ മഹദികൾ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ രംഗപ്രവേശം ചെയ്തു. ഉബൈദുല്ലാഹ് ഇബ്നു മൈമൂൻ ഇബ്നുൽ ഖദ്ദാഹ് എന്ന് പറയുന്ന ഒരാള് മഹദിയാണെന്ന് വാദിച്ചു. കറാമിത്ത വിഭാഗത്തിന്റെ നേതാവായിരുന്നു അദ്ദേഹം. നമുക്കറിയാം, മുസ്ലിങ്ങളെ ധാരാളമായിട്ട് കൊന്നൊടുക്കുകയും കഅബ തകർക്കാൻ ശ്രമിക്കുകയും ഹജറുൽ അസ്വദ് മോഷ്ടിക്കുകയും ചെയ്തയാളാണ്. ഇയാൾ മഹദിയാണെന്ന് വാദിച്ചു. മഹദിയാണെന്ന് വാദിച്ച് ആ നീചനായ മനുഷ്യനാണ് ആഫ്രിക്കയിൽ ടുണീഷ്യയിൽ മഹദിയ പട്ടണം പോലും സ്ഥാപിച്ചത്. വലിയ സ്വാധീനം ഉണ്ടാക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു. മഹദിയ പട്ടണം സ്ഥാപിച്ചു. ടുണീഷ്യയിൽ മഹദിയ പട്ടണം ഉണ്ടാക്കിയത് ഈ മനുഷ്യനാണ്. അതുപോലെ സുഡാൻ വംശജനായിരുന്ന മുഹമ്മദ് ഇബ്നുൽ അഹ്മദ്, അദ്ദേഹം മഹദിയാണെന്ന് വാദിച്ചു. ഖാദിരിയ്യ ത്വരീഖത്ത് അതിൻ്റെ പല ശാഖകളും ഇന്നും നമുക്ക് സമൂഹത്തിൽ കാണാം. ഒരു കാലഘട്ടത്തിൽ ഖാദിരിയ്യ ത്വരീഖത്തിന്റെ ശാഖയുമായിട്ട്, അതല്ലെങ്കിൽ അതിൽ ഞാൻ സൂഫിയാണെന്ന് പറഞ്ഞ് രംഗപ്രവേശം ചെയ്തയാളാണ് മുഹമ്മദ് ഇബ്നു അഹ്മദ്. അദ്ദേഹം 40 കൊല്ലം ഭജനമിരുന്നതിന് ശേഷം ലോകത്ത് നീതി നിർവഹിക്കുന്ന മഹദി ഞാനാണെന്ന് പറഞ്ഞ് അദ്ദേഹം പരസ്യപ്പെടുത്തി. അദ്ദേഹം രംഗപ്രവേശം ചെയ്തു. വ്യാജന്മാരായ മഹദികളാണ്. അതുപോലെ തന്നെ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖഹ്താനി സൗദി അറേബ്യയിൽ റിയാദ് രംഗപ്രവേശം ചെയ്ത വ്യാജ മഹദിയാണ്. താൻ മഹദിയാണെന്ന് തനിക്ക് സ്വപ്ന ദർശനമുണ്ടായി എന്ന് പറഞ്ഞു അദ്ദേഹം. ചില ആളുകൾക്ക് അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്തു. അങ്ങനെ മഹദിയെ ബൈഅത്ത് ചെയ്ത ആളുകൾ മസ്ജിദുൽ ഹറാമിൽ താവളമടിക്കുകയും അങ്ങനെ ഹിജ്റ 1400 ഹറമിൽ അവർ വലിയ ഫിത്നയുണ്ടാക്കുകയും അത് ഖഹ്താനിയുടെ മരണത്തിൽ കലാശിക്കുകയും ചെയ്തു എന്ന് ചരിത്രവായനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇന്ത്യയിലും വലിയൊരു ശല്യം, വലിയൊരു ആളുകളെ പിഴപ്പിക്കുന്ന ഒരു സംവിധാനം രൂപപ്പെട്ടു പിൽക്കാലത്ത് എന്ന് നമുക്കറിയാം. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അദ്ദേഹവും മഹദിയാണെന്നും അതുപോലെ തന്നെ ചിലപ്പോൾ ഈസ ഇബ്നു മറിയം പുനരാഗമനമാണെന്നും എന്നല്ല പ്രവാചകനാണെന്ന് വരെ വാദിച്ചു. അഹമ്മദിയ്യ പ്രസ്ഥാനം മഹദി വാദത്തോടു കൂടിയാണ് രംഗപ്രവേശം ചെയ്യുന്നത്. അത്യാവശ്യം സ്വാധീനം ഉണ്ടാക്കാൻ അവരും ശ്രമിച്ചിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ മഹദി വിശ്വാസത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് രംഗത്ത് വന്ന ആളുകളാണ്. ഇന്ത്യയിലെ പഞ്ചാബ് സംസ്ഥാനത്തെ ഖാദിയാനിൽ ജനിച്ച ഈ ഖാദിയാനി, മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി മഹദിയാണെന്നും നബിയാണെന്നും എല്ലാം തരാതരം പോലെ വാദിച്ചു. വാദങ്ങളെ സമർത്ഥിക്കാൻ പല ദുർന്യായങ്ങളും പ്രചരിച്ചു. പക്ഷേ ഹദീസുകളിൽ വളരെ കൃത്യമായി പറഞ്ഞു, ഈസ ഇബ്നു മറിയമിന്റെ അടയാളങ്ങൾ ഇന്നതൊക്കെയാണ്, ഇമാം മഹദിയുടെ അടയാളങ്ങൾ ഇന്നതൊക്കെയാണ്. ആ അടയാളങ്ങളൊന്നും കണ്ടില്ല. അതുകൊണ്ട് മുസ്ലിം ലോകം ഒന്നടങ്കം, മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ ഐക്യകണ്ഠേന ഇത് കുഫറിന്റെ സംഘമാണ്, ഇത് മഹദിയല്ല, കാഫിറാണ്, സത്യനിഷേധിയാണ് എന്ന് വളരെ കൃത്യമായി ലോകത്തിന് വ്യക്തമാക്കി കൊടുത്തു എന്നുള്ളതാണ്. ഹദീസിൽ പരാമർശിക്കപ്പെട്ട ഇമാം മഹദിയുടെ യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല എന്നതിന് പുറമേ ആ സംഘത്തെ അത് ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് വളരെ കൃത്യമായ രീതിയിൽ ഐക്യകണ്ഠേന
മുസ്ലിം ലോകം, ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ വ്യക്തമാക്കുകയുണ്ടായി. കാരണം ഏറ്റവും അപകടം പിടിച്ച വാദം എന്ന് പറയുന്നത് താൻ പ്രവാചകനാണെന്ന് വാദിച്ചു എന്നുള്ളതാണ്. അന ഖാതമുൽ അംബിയ ലാ നബിയ്യ ബഅദി, ഞാൻ അവസാനത്തെ പ്രവാചകനാണ്. ഖാതമുൻ നബിയ്യീൻ ഖുർആന്റെ തന്നെ പ്രയോഗമാണ്. പ്രവാചകനാണ്, അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പക്ഷേ ആ മഹദിവാദം കൂടിക്കൂടി മിർസാ ഗുലാമിന്റെ മഹദിവാദം അവസാനം പ്രവാചകനാണെന്ന് വരെ വാദിച്ചു. അതുകൊണ്ട് പിന്നെ ഒട്ടും തന്നെ ആലോചിച്ച് നിൽക്കേണ്ടി വന്നില്ല. കൃത്യമായ നിലപാട് മുസ്ലിം ലോകം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇമാം മഹദിയുടെ പേരിൽ ധാരാളം വ്യാജന്മാർ വന്നു എന്ന് ശരിയാണ്. എന്ന് വെച്ച് യഥാർത്ഥ മഹദിയല്ല എന്ന് പറയരുത്. യഥാർത്ഥ മഹദിയല്ല, ഈ വ്യാജന്മാരുടെ സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ട് മഹദി വിശ്വാസത്തെ നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളഞ്ഞ് അങ്ങനെ ഒന്നൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞവരിൽ വലിയ ആളുകൾ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ആളുകളെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ വിശ്വാസത്തെ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധ്യമാവണം. ഇമാം മഹദി അന്ത്യദിനത്തിന്റെ അടയാളം എന്നോണം ആഗതമാവും. ഇമാം മഹദി ഒരു പ്രവാചകനൊന്നുമല്ല. പക്ഷേ നാം തുടക്കത്തിൽ സ്വഹീഹായ ഹദീസുകളിൽ സൂചിപ്പിച്ച ഒരു മാതൃകാ നേതാവാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നീതിയും സമൃദ്ധിയുമുള്ള ഒരു ഖിലാഫത്ത് ലോകത്ത് ഏതെങ്കിലും ഒരു പ്രദേശത്തല്ല, ലോകതലത്തിൽ തന്നെ സ്ഥാപിക്കപ്പെടും എന്നതാവണം നമ്മുടെ അഖീദ. ഖുർആനിൽ മഹദിയെ സംബന്ധിച്ച പരാമർശങ്ങളൊന്നുമില്ല. ശരിയാ, ഖുർആനിൽ മഹദിയെ സംബന്ധിച്ച് യാതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അതുകൊണ്ട് മഹദി വിശ്വാസം ശരിയല്ല എന്ന് പറയുന്നതിൽ യാതൊരു ന്യായവുമില്ല. കാരണം നമ്മുടെ വിശ്വാസ കാര്യങ്ങൾക്ക് പോലും അടിസ്ഥാനം ഖുർആൻ മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. ഖുർആൻ മാത്രമല്ല നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും ചേർന്നതാണ് നമ്മുടെ അടിസ്ഥാനങ്ങൾ, നമ്മുടെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് സുന്നത്തിനെ നിഷേധിക്കുവാൻ, ഹദീസുകളെ നിഷേധിക്കുവാൻ നമുക്കൊരിക്കലും തന്നെ സാധ്യമല്ല. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു, റസൂലുള്ള കൊണ്ടുവന്ന് നിങ്ങൾ സ്വീകരിക്കണേ, ഹദീസുകളെ സ്വീകരിക്കണേ നിങ്ങൾ. ഖുർആൻ മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ ധാരാളമായി പറഞ്ഞിട്ടുണ്ട്. ശൈഖ് ഇബ്നു ബാസ് പറഞ്ഞതുപോലെ ധാരാളക്കണക്കിന് ഹദീസുകളാണ് വന്നിട്ടുള്ളത്. ആ പ്രവാചകൻ പറഞ്ഞത് മുഴുവനും നിങ്ങൾ സ്വീകരിക്കണേ. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വേച്ഛപ്രകാരം ഒന്നും പറഞ്ഞിട്ടില്ല, സ്വന്തം ഇഷ്ടപ്രകാരം പ്രവാചകൻ ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാം കൃത്യമായ ദിവ്യബോധനത്തിന്റെ വെളിച്ചത്തിലാണ്. ദിവ്യബോധനത്തിന്റെ വെളിച്ചത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന് പുറമേ പ്രവാചകന്റെ വായിലൂടെ വന്നിട്ടുള്ള വചനങ്ങളുണ്ട്. അതും വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അഖീദയാണ്, നമ്മുടെ ശരീഅത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇമാം മഹദി അടക്കമുള്ള ഖിയാമത്തിന്റെ അലാമാത്തുകളിൽ, അടയാളങ്ങളിൽ ശരിയാം വണ്ണം വളരെ കൃത്യമായി മനസ്സിലാക്കുവാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. തലമുറകൾക്ക് ആ ജ്ഞാനം പകർന്നു നൽകേണ്ടതുണ്ട്. അന്ന് ലോകത്തിന്റെയും മുസ്ലിം ഉമ്മത്തിന്റെയും മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ നായകനായ ഒരാൾ രംഗപ്രവേശം ചെയ്യുമ്പോൾ അത് തിരിച്ചറിയുവാൻ, അത് വകതിരിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്ന രീതിയിൽ വിശദാംശങ്ങൾ കൂടി കൃത്യമായി മനസ്സിലാക്കാൻ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുന്ന ഒരു കാലം വരും. ലോകത്തെ ഈ പ്രതിസന്ധി എല്ലാം നീങ്ങിക്കൊണ്ട് സമാധാനത്തിന്റെ, നിർഭയത്വത്തിന്റെ ഒരു അന്തരീക്ഷം സംജാതമാവും. അതാണ് ഇമാം മഹദിയുടെയും ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാമിയുടെ പുനരാഗമനത്തിന്റെയും കാലമെന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ആ കാലം എന്ന് സംഭവിക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, ആ ഇമാം മഹദിയുടെ കാലത്തേക്ക് ഞങ്ങളെ നീട്ടിവെക്കാതെ, അതല്ലെങ്കിൽ ആ ഇമാം മഹദിയുടെ കാലത്തേക്ക് ഈ പ്രതിസന്ധികളുടെ പരിഹാരത്തെ നീട്ടിവെക്കാതെ പടച്ചവരെ പ്രതിസന്ധികൾക്കുള്ള പരിഹാരം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തരണമേ തമ്പുരാനെ. അല്ലാഹുവേ, ലോകത്തുടനീളം സുരക്ഷയും സുഭിക്ഷതയും സമാധാനവും നിർഭയത്വവും നീ നിലനിർത്തി തരണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഫലസ്തീൻ മക്കളെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഖുദ്സിന്റെ മണ്ണിനെ, ബൈത്തുൽ മഖ്ദിസിനെ സമ്പൂർണ്ണമായും നീ വിമോചിപ്പിക്കണമേ തമ്പുരാനെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലർ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ പ്രീതിയിലും അവൻ്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അള്ളാഹു വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. രോഗികളായ ആളുകൾ, അതുപോലെ രോഗികളോട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ആ രോഗികൾക്ക് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യപ്പെട്ട രോഗികൾക്ക് മാത്രമല്ല, രോഗികളായി നമ്മോട് ബന്ധപ്പെട്ടതായി കിടക്കുന്ന മുഴുവൻ രോഗികൾക്കും അല്ലാഹു തആല സമ്പൂർണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ കഷ്ടപ്പെടുന്ന രോഗികളുണ്ടെങ്കിൽ, ജീവിതമാണ് ഖൈറെങ്കിൽ അവർക്ക് ജീവിതവും, മരണമാണ് ഖൈറെങ്കിൽ അല്ലാഹു അവർക്ക് മരണവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരുടെ കൂട്ടത്തിലും അല്ലാഹുവിന്റെ രാജസിംഹാസനത്തിന്റെ നിഴലിൽ കഴിഞ്ഞുകൂടുന്നവരുടെ കൂട്ടത്തിലും അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സിറാത്തിലൂടെയുള്ള നമ്മുടെ പ്രയാണം അല്ലാഹു മിന്നൽ വേഗത്തിലുള്ളതാക്കി തീർക്കുമാറാവട്ടെ. ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, മക്കളോടൊപ്പം സന്തോഷത്തോടെ സുസ്ഥിരമായി സംഗമിക്കുവാൻ, മരണമില്ലാത്ത ആ ലോകത്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ കൂടി സംഗമിക്കുവാൻ റബ്ബ് തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യാ സന്താനങ്ങളിൽ അല്ലാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ സന്താനങ്ങളെ അല്ലാഹു തആല സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. അല്ലാഹു തആല അവർക്ക് ഉയർന്ന വിദ്യാഭ്യാസവും ഉന്നതമായ തൊഴിലും അതിനെല്ലാം ഉപരിയായി തഖ്വയും ഈമാനും ഹിബാത്തും ഇസ്തിഖാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾ വഴിപിഴച്ചു പോകുന്നതിൽ നിന്ന് അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നല്ല ഭാര്യാഭർത്തൃ ബന്ധം നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. കുടുംബങ്ങൾക്കിടയിൽ അല്ലാഹു തആല സന്തോഷം പ്രദാനം ചെയ്യുമാറാവട്ടെ. ത്വലാഖ്, ഖുൽഉ, ഫസ്ഖുകളിൽ നിന്ന് അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹ്, പടച്ചവരെ, ഞങ്ങൾ നിന്നെ വിളിക്കുകയാണ്. റബ്ബേ, നിന്നെ അല്ലാഹ് എന്ന് വിളിക്കാൻ നിനക്ക് കോടാനകോടി അടിമകൾ പടച്ചവനെ ഉണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്ക് അല്ലാഹ് എന്ന് വിളിക്കാൻ ഉടമസ്ഥനായി, റബ്ബായി, നാഥനായി നീ മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ദുആകളും നീ സ്വീകരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ സദുദ്ദേശങ്ങൾ മുഴുവനും നീ സഫലീകരിച്ചു തരണമേ തമ്പുരാനെ. അല്ലാഹുമ്മ റദ്ദ അൻ അബീ ബക്കർ വ ഉമർ വ ഉസ്മാൻ വ അലി വ അൻ ബഖിയത്തി സ്വഹാബത്തി വ സ്വഹാബിയ്യത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار إنها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا
للذين آمنوا ربنا إنك أنت رؤوف رحيم اللهم انصر المسلمين المجاهدين في فلسطين اللهم انصرهم في غزة اللهم انصر المسلمين المجاهدين في كل مكان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.